മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് തിരുസഭ നമുക്ക് നൽകുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇതിൽ 19-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവളുടെ ഭർത്താവ് ജോസഫ് നീതിമാനാകിയാലും അവളെ പരസ്യമായി അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്താണ് ഈ രഹസ്യമായിട്ടുള്ള ഉപേക്ഷിക്കൽ? ഈ അവസരത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിന് മുൻപിൽ 2 സാധ്യതകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, പരിശുദ്ധ അമ്മ വിവാഹത്തിന് മുൻപ് ഗർഭവതിയായി എന്ന കാരണത്താൽ പരിശുദ്ധ അമ്മയെ പരസ്യമായി വിചാരണ ചെയ്ത് കല്ലെറിഞ്ഞു കൊല്ലാം. അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ഗർഭവതിയായതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് ആ ദേശത്ത് നിന്ന് അപ്രത്യക്ഷമാകാം. അങ്ങനെ ചെയ്യുമ്പോൾ വിശുദ്ധ യൗസേപ്പിതാവ് മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിതനാവുകയും പരിശുദ്ധ അമ്മ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ വിശുദ്ധ യൗസേപ്പിതാവ് തിരഞ്ഞെടുത്തത് 2ാമത്തെ മാർഗമാണ്. സ്വയം അപമാനിതനായിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ അഭിമാനത്തെ സംരക്ഷിച്ചു. നമ്മുടെയൊക്കെ കുടുംബം എങ്ങനെ ഒരു തിരുക്കുടുംബമായി തീരും എന്നാണ് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ഈ ജീവിത മാതൃക നമ്മളെ പഠിപ്പിക്കുന്നത്. എൻ്റെ ജീവിത പങ്കാളിയുടെയും മക്കളുടെ മാതാപിതാക്കളുടെ കുറവുകൾ ഞാൻ മറയ്ക്കുമ്പോൾ ഞാനും വിശുദ്ധ യൗസേപ്പിതാവിനെ പോലെ ആയിത്തീരുകയാണ്. എൻ്റെ കുടുംബവും ഒരു തിരുക്കുടുംബമായി തീരുകയാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ കുടുംബങ്ങളെ ഒരു തിരുക്കുടുംബമാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ദിനങ്ങൾ ഞാൻ ആശംസിക്കുന്നു. ആമേൻ.